പോവാട്ടോ. നല്ല വെയിലാ. വെയിലാറാൻ ചെടി തന്നെ തുടങ്ങണം. അതാ കുറച്ച് കാണാപ്പടി വേറെ ഇടണോട്ടോ. വെയിലും പറഞ്ഞു ഓക്കെയാന്ന്. ആ ദേ നമുക്ക് കോരിയിടാം. ഇങ്ങനെ കോരിയിട്ട താമസം മറിക്കാം. നമുക്ക് കൊലശ്ശേ ഞാൻ സാധാരണ ഉപയോഗിക്കാറ്. അതിന് മറ്റേ നേരെയില്ല. മറ്റെടുത്തോണ്ടെന്ന് സമയമൊന്നുമില്ല. അതൊക്കെ ഫ്രീ ആയിട്ടിരിക്കേണ്ട സുഖം. ഇപ്പോൾ ഇത്രയും പോയിരിക്കുമ്പോൾ അത് ശരിയാവില്ല. ചെടി വേനലാകുമ്പോഴത്തേക്ക് അവിടെ നിൽക്കണൊക്കെ ഉണങ്ങും. അന്നേരം പിന്നെ ഇത് റീപ്ലാന്റ് ചെയ്യാൻ വിചാരിച്ചാൽ നടക്കൂല. അതാ അതെ. അടിയിൽ കല്ലിട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. അതും മറ്റേ കണ്ടു. അല്ല, ഇതങ്ങനെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ചെടി നന്നായിട്ട് നടന്നവർ ഈ രീതിയിലൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ മെതേഡ് കാണിക്കണമെന്നേ ഉള്ളൂ. കട്ടൻ പ്ലാന്റൊക്കെ ആകുമ്പോൾ ഏത് രീതിയിൽ വെച്ചാലും പിടിച്ചു പോകുന്നുള്ളൂ. അതെ, അത് ഷെയ്ഡിൽ വെക്കണം തോന്നുന്നു അല്ലേ? കുറച്ച് ഷെയ്ഡ് വേണം. തീരെ വെയിലടിക്കാതെ ഇരിക്കരുത്. ഇൻഡോറായിട്ട് വെക്കും. അന്നേരം ഇടയ്ക്കിടയ്ക്ക് അത് വെയിലത്ത് പുറത്ത് കൊണ്ട് വെക്കണം. മമ്മി അങ്ങനെ വെയിൽ കൊള്ളിക്കും ഇടയ്ക്കിടയ്ക്ക്. പ്രിയ ചേച്ചിയൊക്കെ. എനിക്ക് അതിനെ പറ്റിയുള്ള ക്ഷമയൊന്നുമില്ല. ഇനി നമുക്ക് ഇച്ചിരി ചാണകപ്പൊടി ഇതിലേക്ക് ഇട്ടേക്കാണ്ടേ. ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇച്ചിരിയോടെ ഇട്ടേക്കാം കേട്ടോ. ഇച്ചിരി വെള്ളം ഒഴിക്കാം. എന്നിട്ട് ചെടി പറിച്ചുകൊണ്ട് വരാം. കപ്പിൽ വെള്ളം എടുക്കട്ടെ കേട്ടോ. മണ്ണിച്ചിരി അധികമുണ്ട്. നമുക്ക് ആ തുളസിയുടെ ചോട്ടിലേക്ക് ഇടാം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പയും വല്യപ്പയും തറവാട്ടിലെ ബാബു ചാച്ചനും ബിജുവും കൂടെ ഒരു കല്യാണ പരിപാടിക്ക് പോവുക. നമ്മുടെ തന്നെ തറവാട്ടിലെ അമ്മൂൻ്റെ അനിയത്തിയുടെ. അപ്പോൾ അവരെല്ലാവരും കൂടെ കളമശ്ശേരിയിൽ കല്യാണം കഴിഞ്ഞ് ചാക്കോള നഗറിൽ റിസപ്ഷൻ. അവർ പള്ളിയിലേക്ക് പോകണില്ല, ഹോളിലേക്കാണ് പോണത്. അപ്പോൾ ഇവിടുന്ന് 2 വീലറിന് പോയി വീട്ടിൽ ചെന്നേച്ച് വല്യപ്പയുടെ കൂടെ വല്യപ്പ, ബിജു, ബാബു ചാച്ചൻ, അപ്പ 4 പേരാണ് അവിടുത്തെ വണ്ടിയിലാണ് പോണത്. അപ്പം അതിനുള്ള ഒരുക്കം. ഞാൻ മേടിച്ച മുണ്ടാന്ന് തോന്നുന്നില്ലേ? നീ മേടിച്ച മുണ്ടും നീ മേടിച്ച ഷർട്ടും. അപ്പം പോയി കഴിഞ്ഞിട്ട് നമുക്ക് കട്ടൻ പ്ലാന്റ് പറിച്ചുകൊണ്ട് വരാം. ആട് കിടന്ന് എവിടെയൊക്കെയോ കരയണല്ലേ? അതാ ജോബിയുടെ അങ്ങ് പോകണം. ചേച്ചിയുടെ ഇതൊക്കെ തന്നെ വന്നതാണോ? തന്നെ വന്നതല്ല. അതേ പുളിയിൽ കയറിയേക്കണം. എൻ്റെ ഇങ്ങനെ തൂങ്ങി വരുമ്പോൾ ഞാൻ കട്ട് ചെയ്തിടും. അപ്പോൾ അതേ പറമ്പിലെല്ലാം നിരന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള നമുക്ക് പറിച്ചെടുക്കാം. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കൊള്ളാം. അലക്കല്ലിൻ്റെ അങ്ങോട്ട് നോക്കിയേ, അലക്കല്ല കയറി കിടക്കുവാ. അത് കൊള്ളാം. വെച്ചിട്ട് പറിക്കാണ്ടേ, ആരോഗ്യമുള്ളത് പറിച്ചെടുക്കാം. ഈ നനവുള്ളത് കൊണ്ടേ. ഈ കല്ലേലൊക്കെ ഇപ്പം അലക്കാറുണ്ടോ? പിന്നെ കുഞ്ഞോളെ ചെയ്തല്ലേ മുണ്ടൊക്കെ ഇറക്കണം. മുണ്ട നൈറ്റി. നനവുള്ളതുകൊണ്ട് ഇവിടെ ഊരിലാ നിൽക്കണം, എനർജി ആയിട്ട്. എൻ്റെ പോലെയേ ഉച്ചയാകുമ്പോൾ ഞാനും തളരും, ചെടിയും തളരും. അതെ, എല്ലാവരും തളരും. കുറേ ഉണ്ടല്ലോ. അപ്പം ഇതൊരു തണ്ട് നട്ടാൽ മതിയല്ലേ? ധാരാളം പെട്ടെന്ന് പടർന്നു വരും. തിരുമലയുടെ അമ്മാച്ചൻ മമ്മിയും ചെയ്യും ഇങ്ങനെ ഈ ഓല. മുളയാണ് ഏറ്റവും നല്ലത്. ഈ മുളയിപ്പോൾ കിട്ടാനില്ല. ഇതേ മുളയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലിമുള. അത് ചട്ടിയിൽ ഇത് നട്ടേച്ച് അത് ചെടിയുടെ മണ്ണിൻ്റെ കൂടെ തന്നെ താഴത്തേക്ക് ഇറക്കി വെച്ചേച്ച് കയറ് ചുറ്റി, കയറയിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ കയറും. അതിന് മമ്മി പണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഓർക്കുണ്ടോ, അറവാതിലിൻ്റെ അവിടെ വാതിലിൻ്റെ സൈഡിലായിട്ടൊരു ഇതിലിങ്ങനെ കട്ടംപ്ലാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കയറ് കെട്ടി വെച്ച് അതിൽ കയറ്റി അമ്മാച്ചൻ ട്യൂബ് കയറ്റുമായിരുന്നു. ഒരു പ്രാവശ്യം അങ്ങനെ ട്യൂബ് ലൈറ്റ് ഇത് ചെയ്തപ്പോഴാണ് കൈ മുറിഞ്ഞത്. നടുവാണേ. അതങ്ങനെയൊന്നുമില്ല കൊച്ചെ, ഇത് എങ്ങനെ നട്ടാലും പിടിച്ചോളും. അതെ, ഒന്ന് നട്ട് കിട്ടിയാൽ മതി. നട്ടില്ലേലും കുഴപ്പമില്ല, വലിച്ചെറിഞ്ഞാലും ഇത് പിടിക്കും. ഇത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പ് കെട്ടണമെങ്കിൽ എവിടെ കെട്ടും എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ വെക്കാൻ പറ്റില്ല. അത് പച്ചപ്പായിട്ടുള്ള സാധനം ഗ്രില്ല് പിടിപ്പിച്ച് നെറ്റ് വെച്ചാലില്ലേ, പിന്നെ അത് മാറ്റരുത് ഒരു സ്ഥിരം. അപ്പം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇറക്കുമ്പോഴും പിന്നെ വാഹനങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് ഇറക്കി തിരിക്കൂലേ, അതൊക്കെ വിഷയമാണ്. ഇല്ല, അവിടെ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർവയില്ല. പിന്നെ ഈ വണ്ടി തിരിക്കുന്ന ആ വളയം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ഷേപ്പാ, അവിടെയും തിരിച്ചാ കാറുകൾ വരുമ്പോൾ അങ്ങോട്ട് പാസ് ചെയ്ത് ഇടൂല. അതാണ് ഒരു വിഷയം. ഒരെണ്ണം ഉണ്ടാക്കിയാൽ നല്ലതായിരുന്ന കാര്യം. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് എവിടെ വെക്കണമെന്നുള്ളതാണ്. സ്ഥലം ഇല്ലാത്തവർക്കാണെങ്കിൽ സ്ഥലം ഇല്ലാന്ന്. ഇവിടെ സ്ഥലം കൂടിപ്പോയിട്ടോ. ഇവിടെ പുറത്ത് വെക്കാതുണ്ടായിരുന്നു. പക്ഷെ മഴ പിടിക്കുമ്പോൾ എല്ലാം വനാവൂല ഇവിടെ, കാട്. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല, അത്ര എളുപ്പമല്ല സ്റ്റാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതാണ് എനിക്കൊരു അമാന്തം. 2 എണ്ണം സെറ്റായി.
ഈ തിരിച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, വേറെ ഒന്നും ഇനി ചെയ്യണ്ട. പറിച്ചുകൊണ്ട് വന്നല്ലോ എന്ന് ഓർത്തിട്ട് വെക്കാം. ഇട്ട് കഴിഞ്ഞ് ഇച്ചിരി വെള്ളം തെളിച്ചതാ കേട്ടോ. എന്നിട്ട് നമുക്ക് ഷെയ്ഡിലേക്ക് വെക്കാം. ഇവിടെ എല്ലാം മുറ്റത്തിരുന്നതെല്ലാം ഷെയ്ഡിൽ വെച്ച് അതിൻ്റെ മീതെ കരിയിലേയും ഒക്കെ വീണടി ഒരു കപ്പളോ മുളച്ചിട്ടുണ്ടല്ലോ. അത് ഏതോ ചട്ടിനി കണക്കാക്കണ മതി. ഇവിടെ എവിടെയെങ്കിലും ഇപ്പൊ തൽക്കാലം വെക്കാം കേട്ടോ. ഞാൻ വെച്ചാൽ ഷെയ്ഡ് വേണം. ഇനിയിപ്പോൾ ഷെയ്ഡ് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമല്ല, സമയങ്ങളെടുക്കും. ഇതെല്ലാം ബിഗോണി ഇത് കരിയില എവിടെ കുഞ്ഞോളെ കൊണ്ട് നല്ല വൃത്തിയായിട്ട് പുല്ല് കളയിച്ച് അടിച്ചേച്ച് ഞാൻ ഇറക്കി വെപ്പിച്ചതാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, മാവിൻ്റെ ഇല വീണുകൊണ്ടിരിക്കും. കാരണം വെളുത്തേക്ക് കൊണ്ടുപോയാൽ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത് ഈ പച്ചപ്പ് വെക്കാന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ വെക്കാൻ പറ്റില്ല, അന്നേരം ആർക്കും കാണാൻ പറ്റില്ല. ചെടികൾ വരുമ്പോൾ കാണൂലല്ലോ ആരും സൈഡിൽ. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചാൽ ഇനി അപ്പം എന്നോട് പറഞ്ഞാ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലിൻ്റെ അടി കൊണ്ട് വെക്കാം. അവിടെ ഷെയ്ഡാ, അവിടെ ഇത് വെക്കാം ഷെയ്ഡാ അവിടെ. നല്ല ഐഡിയ അവിടെ. ആന്തൂറിയൊക്കെ നല്ല സാധനങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വെക്കാം. അത് നല്ല ഷെയ്ഡാ. നല്ല സാധനമല്ല അവിടെ ഇരിക്കുന്ന ദ്രോബായിയൊക്കെ മാറ്റി വെച്ച് അവിടെ എന്നോട് പറഞ്ഞേ അങ്ങേക്ക് എടുക്കാൻ നോക്കിയാൽ പറ്റൂല, അടുപ്പിച്ചങ്ങ് വെക്കും, എന്നിട്ട് വേനൽക്കാലം കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാമല്ലോ. അവിടെ ഇപ്പോൾ തൽക്കാലം ഒരു സ്പേസും ഉള്ളൂ, ഇവിടെ കൊണ്ട് വെക്കാം അങ്ങനെയാണെങ്കിൽ.